സീൻ 1. വെള്ളാപ്പള്ളി നടേശൻ ചിലത് പറഞ്ഞു. ഈഴവ സമുദായത്തിനും SNDPക്കും കുറെ നാളായി അർഹതപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ല. മലപ്പുറത്താണ് വിവേചനം അതിരൂക്ഷം. പിന്നെ കണ്ടത് വെടിയും പുകയും. വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയെ. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി വെള്ളാപ്പള്ളിയാക്കാൻ പൊരിഞ്ഞ മത്സരമായിരുന്നു. സീൻ 2. ഉണ്ടിരുന്ന AK ബാലന് പെട്ടെന്നൊരു ബോധോദയം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. പാർട്ടി പെട്ടെന്ന് തിരുത്തി. പക്ഷേ മുഖ്യമന്ത്രി തിരുത്തിയില്ല എന്നു മാത്രമല്ല, ബാലന്റെ ചില ബോധ്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് പിന്തുണച്ചു. സീൻ 3. വീണ്ടും വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെയും ആവർത്തിച്ചെന്ന് മാത്രമല്ല, കോൺഗ്രസിനെ ആക്രമിക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈഴവ വിരോധി എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷേ ശ്രദ്ധേയമായത് മറ്റൊന്നായിരുന്നു. നായാടി മുതൽ നമ്പൂരി വരെ ഒന്നിക്കണമെന്ന പഴയ ആഹ്വാനം ഒന്ന് പരിഷ്കരിച്ചു. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്ന്. തീർന്നില്ല, പെരുന്നയിലേക്ക് ഒരു ഒലീവ് ഇല നീട്ടി. NSSുമായി സഹകരിക്കാൻ തയ്യാർ എന്നുറക്കെ പ്രഖ്യാപിച്ചു. സീൻ 4. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മാധ്യമങ്ങളെന്ന് കേട്ടാൽ നെറ്റി ചുളിച്ചിരുന്ന മണിച്ചേട്ടൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സംശയലേശമില്ലാതെ നിലപാട് പറഞ്ഞു. SNDPയുമായി സഹകരിക്കാം, ചർച്ചയാവാം. പിന്നെ വെള്ളാപ്പള്ളി എനിക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളങ്ങ് ക്ഷമിച്ചു. വെള്ളാപ്പള്ളിയെ വേട്ടയാടണ്ട. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം നയിക്കുന്ന മഹാപ്രസ്ഥാനത്തെയും പരിഗണിക്കണം. ചർച്ചയിലും വിശകലനത്തിലും മുഴുകുകയാണ് രാഷ്ട്രീയ കേരളം. എന്താണ് രണ്ട് സമതാചാര്യന്മാർ പറഞ്ഞതിൻ്റെ ആകത്തുക? എന്താവും ഇമ്പാക്റ്റ്?